ഹായ്, മൈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേര് പീനട്ട് റൈസ് എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ച് തലേ ദിവസത്തെ ചോറുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ ആണെങ്കിലും രാവിലെ ആ കറിയുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റൈസാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. പിന്നെ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഒഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ അത് ഒഴിക്കുക. പിന്നെ നെയ്യിൽ വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിൽ നെയ്യിൽ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പൊ പാൻ ഒന്ന് ചൂടാകട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല സിം ആക്കി തന്നെ ഇട്ടേക്കണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അത് കാരണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ പൊട്ടി തുടങ്ങി. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ള്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് ചേർക്കണം. ഞാനിപ്പോ ഇവിടെ 3 മുളകാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകണം. അപ്പൊ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ആ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പൊ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ വെക്കരുത്. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അധികം ഫൈൻ പേസ്റ്റ് ആക്കാനും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. നല്ല ഫൈൻ പൗഡർ അല്ല കേട്ടോ, കോഴ്സ് ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതും വറക്കാത്ത കപ്പലണ്ടിയാണ്. നമുക്ക് ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പൊ ഫ്ലെയിം നല്ല സിമ്മിലാണ് ഇപ്പോഴും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ കപ്പലണ്ടിയൊക്കെ ഒന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് ആണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നമുക്ക്.
അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ആ റൈസിലേക്ക് എല്ലാ ഫ്ലേവേഴ്സും കയറിക്കോളും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് റൈസ് കിട്ടും. അപ്പൊ നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ. ഞാൻ ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പറാണ്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ഡിഷാണിത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.